Hello everyone, welcome to Nafi the Educator. It's me Nafi. എല്ലാവർക്കും മക്കൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടാകുക. നിങ്ങളുടെ ഇയർ പ്ലാൻ അല്ലെങ്കിൽ അക്കാഡമിക് കലണ്ടർ എന്ത് ഇതിന് പുറത്ത് വന്നിട്ടുണ്ട്. അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെ ആയിരിക്കും നിങ്ങളുടെ ഓണം എക്സാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓണം എക്സാം നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ ഓരോ സബ്ജക്റ്റിനും എത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കുക എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണ് ഓണം എക്സാം പോർഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓണം എക്സാമിന് ഇംഗ്ലീഷിന് ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓണം എക്സാമിന് ഇംഗ്ലീഷിൽ ഇത്രയും പോർഷൻസ് ആണ് എന്ത് ചെയ്യുക, ഓണം എക്സാമിന് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് വെക്കുക. ഓണം എക്സാമിന് ഇംഗ്ലീഷിൽ ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. അടുത്തത്, നിങ്ങൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ എഴുത്തകവും തനത്തടവും പോലെയുള്ള 2 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഓണം എക്സാമിന് പഠിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്തോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഓണം എക്സാമിന് മലയാളത്തിൽ ഈ 2 യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തെങ്കിൽ ഇത്രയും യൂണിറ്റുകളാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹിന്ദിയിൽ ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഹിന്ദിയിൽ ഓണം എക്സാമിന് ചോദിക്കുന്നത് ഇത്രയും യൂണിറ്റുകളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറബിയാണ് നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തെങ്കിൽ ഇത്രയും യൂണിറ്റുകളാണ് എന്തിൽ പഠിക്കേണ്ടത്, നിങ്ങൾ അറബിയിൽ പഠിക്കേണ്ടത്. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറബിയിൽ ഓണം എക്സാമിന് പഠിച്ചിരിക്കണം. അടുത്തത്, നിങ്ങൾ ഉറുദു ആണ് സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓണം എക്സാമിന് പഠിച്ചിരിക്കണം. ഓണം എക്സാമിന് ഉറുദുവിൽ നിന്ന് ഇത്രയും സബ്ജക്റ്റാണ് എന്ത് ചെയ്യുക, ഇത്രയും ചാപ്റ്റേഴ്സാണ് എന്ത് ചെയ്യുക, ചോദിക്കുക. ഇനി നിങ്ങൾ സംസ്കൃതമാണ് സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ സംസ്കൃതത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓണം എക്സാമിന് ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, സംസ്കൃതത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓണം എക്സാമിന് ഉണ്ടാവുക. മൈക്രോ എക്കണോമിക്സിലെ ആദ്യ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിനുണ്ടാവുക, ഓണം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഓണം എക്സാമിന് മൈക്രോ എക്കണോമിക്സിലെ ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും എന്തിനുണ്ടാവുക, ഓണം എക്സാമിന് ഉണ്ടാവുക. പിന്നെ നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ 7 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ എന്തുണ്ടാവുക, ഓണം എക്സാം ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ ഓണം എക്സാം പോർഷൻസ് പറഞ്ഞാൽ അതിൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു 7 ടെക്സ്റ്റ് ബുക്കിലെ 7 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ ഓണം എക്സാമിന് ഉണ്ടാവുക. നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സ് ബ്രിക്സ് ബീഡ്സ് ആൻഡ് ബോൺസ് തൊട്ടിട്ട് ഭക്തി സൂഫി ട്രഡീഷൻസ് വരെയുള്ള ഫസ്റ്റിലെ 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഓണം എക്സാമിന് ചോദിക്കുന്നത്. ഇനി നമ്മൾ സോഷ്യോളജിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഇത്രയും ചാപ്റ്റേഴ്സ്, അതായത് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി തൊട്ടിട്ട് ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി വരെയുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് സോഷ്യോളജിയിൽ ഓണം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ സോഷ്യോളജിയിൽ ഓണം എക്സാം പോർഷൻസ് പറഞ്ഞാൽ ഇത്രയും ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ജോഗ്രഫിയിൽ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് 1 1 2 3 4 ടെക്സ്റ്റ് ബുക്ക് 1 1 2 3 4 5 ശ്രദ്ധിക്കണേ. ടെക്സ്റ്റ് ബുക്ക് 1 ആദ്യ 5 പാഠങ്ങളും ടെക്സ്റ്റ് ബുക്ക് 2 1 2 3, അതായത് നമുക്ക് ജോഗ്രഫിക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫിയും ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമിയും. അപ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 1 2 3 5ഉം രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 1 2 3യുമാണ് നിങ്ങൾക്ക് എന്തിന് ചോദിക്കുക, ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി നമ്മൾ സ്റ്റാറ്റ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ 5 ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടാവും. നിങ്ങൾ സ്റ്റാറ്റ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിന് ചോദിക്കുക, ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇത്തരം സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓണം എക്സാം നിങ്ങൾ ഒരിക്കലും സിമ്പിളായിട്ട് കാണരുത്. കാരണം 2026 മാർച്ചിൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുന്നേയുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഓണം എക്സാം നിങ്ങൾ അടിപൊളിയാക്കി എഴുതുകയാണെങ്കിൽ, ഓണം എക്സാം നിങ്ങൾ സൂപ്പറാക്കി എഴുതുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. നന്നായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക, അടിപൊളിയായി പഠിക്കുക, നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.